അവനെ എൻ്റെ പുള്ള ഗൾഫിൽ നിന്ന് അയച്ചെന്ന പൈസ എടുത്ത് വെച്ച് ഒരു ആനയും ഒരു കുരങ്ങനെയൊക്കെ ഇവിടെ ചെയ്ത് വെച്ച് എനിക്ക് ഇപ്പൊ ഒരു സംശയം. ഈ കുരങ്ങൻ ആനയും എനിക്ക് നോക്കുമ്പം എന്നെ ആക്കയാണോ കൊണ്ടൊരു സംശയം. മാമ ഈ തിരുമലരായനെ കുളിപ്പിച്ച് കഴിഞ്ഞെങ്കിലേ അങ്ങോട്ട് മാറ്റി കെട്ടിട്ട് ചായ കുടിച്ച്. തിരുമലരായന മാമൻ അറിഞ്ഞൂടെ? നിന്റെ റാമേട്ട് ഇട്ടിരിക്കുന്ന പേരാണ് തിരുമലരായൻ. അവയിലും ഇതുപോലെ ഒരു സാധനം ഒറിജിനൽ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ? ഒറിജിനൽ കൊണ്ടെന്ന് മക്കൾ എന്തിനു പറഞ്ഞത്? നമ്മളെ കുടുംബത്തിലെ അമ്മാവിന് ഇതുപോലെ ഒരു ആന ഉണ്ടായിരുന്നു. എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് മറ്റേ മോനിന്റെ കഥയല്ലേ? അതല്ല, പിന്നെ ഇത് ഒറിജിനൽ ആന. പിന്നെ ആനയുടെ പേരെന്തിരുന്നറിയാം? എന്തുവാ? കാട്ടാക്കട കിഷൻ. ഓ, മാസം പേര്. പിന്നെ അപ്പൊ അമ്മാവ് എവിടെ നിന്നുണ്ട്? എടാ കിഷാ വിളിക്കും. കാറുമാട്ടി കുടുങ്ങി വരും. അനുസരണം ഉണ്ടല്ലേ? ഇവിടെ വന്ന ഉടനെ കാലെടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചു കൊടുക്കും. അമ്മാവൻ ചാടി മോളിൽ കയറും. മോളിൽ കയറി പോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അവനെ അറിയാൻ പോണ സ്ഥലം. അമ്മാവനെ ബീഡി വാങ്ങിക്കാൻ. ബീഡി വാങ്ങിക്കാൻ ആനയുടെ മുകളിൽ ഒന്ന് പോവാ. നീ എന്തിനു വിചാരിച്ച അമ്മാവനെ പറ്റി? സകല സാധനവും വീട്ടിലെ എല്ലാ സാധനവും ആനപ്പുറത്ത് വെച്ചാണ് അമ്മാവൻ കൊണ്ടുവരുന്നത്. അത് മാത്രമോ, നമ്മുടെ പരിസരത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലേ, അതുങ്ങളൊക്കെ പിടിച്ച് ആനപ്പുറത്ത് കയറ്റി ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരും. പിന്നെ ഭയങ്കരല്ലേ. അങ്ങനെ വലിയ ആന കുടുംബമായിരുന്നു നമ്മളെ കുടുംബം. ഇപ്പോഴും വേണമായിരുന്നു കേട്ടാ. തിരുവാതിര ശിവരാത്രിക്ക് കുടിയാനാളെല്ലാം കൂടെ നിരത്തി ഒരു തിരുവാതിര ഉണ്ട്. ഓ, വിളക്ക കത്തി വെച്ചിട്ട് എന്റെ ചിന്നു, എനിക്ക് ഒരു ഭാര്യയുള്ളൂ. അതിനെ തള്ളി അങ്ങ് അപ്പുറം ജംഗ്ഷനിൽ കൊണ്ടുവിട്ടല്ലേ എനിക്ക് ആരും തരും. ഞാൻ ഒരു തള്ളും തള്ളിയില്ല. ആന എന്തിന് ഇപ്പോൾ കളിക്കും? എന്റെ അറിവില് എന്റെ അറിവില് ഒരു തുപ്പിട്ട് സംസാരിക്കും. പശു ഉണ്ടായിരുന്നു. പശു പിഴിഞ്ഞ ഒരു അര ഗ്ലാസ് പാല് കിട്ടും. അത് രണ്ട് തുള്ളി വെച്ച് എല്ലാ മക്കൾക്കും കൊടുക്കുക. അല്ലാതെ ആ നാട്ടുകാരെ നിയമം നമ്മളെ വീട്ടിൽ വലിയൊരു ആടുണ്ടെന്നാണ് സംഭവം. പശുവായിരുന്നു. മക്കളെ നോക്ക്, ഈ സമയത്തുണ്ടല്ലേ ഈ പീറ്റ ചെറുകനെ ജനിച്ചിട്ടില്ല. ജനിച്ചതോടെ അപ്പൊ ഈ തള്ളു ഇങ്ങോട്ട് തള്ളണത്. ചായ എടുത്തോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്. ഇന്നത്തതിന്റെ വിശേഷം എന്താണ്? എന്തിനാ പറ. ഇതേ ഞാൻ എടുക്കും മാമ ഗ്ലാസ്. എനിക്കിതൊന്നും കേട്ടിരിക്കാനുള്ള ശക്തിയില്ലേ. ഇന്നത്തെ ആന ദിനു നോക്ക്. ആണുങ്ങളായി പിറന്നു കഴിഞ്ഞാൽ പുളുവരത്തുന്നല്ല അവന് ആ ദിവസം ഇതേപോലത്തെ 2 പുളുവെങ്കിലും ഡെയിലി അടിക്കണം. അവന് അതൊക്കെ പോട്ടെ. ഓർമ്മയുണ്ടോ? ദിവസം ഓർമ്മയുണ്ടോ? അവന് ഓർമ്മ പുല്ലൊന്നും ഇല്ല. അവന് ഓർമ്മയിരിക്കണം. മാമ പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഞാൻ മനസ്സിനായി പറഞ്ഞു കഴിഞ്ഞാ നീ ആണായിട്ട് പറഞ്ഞ അതാണ് പോയിന്റ്. അതാണ് ഈ ദിവസം ഒരിക്കലും പറഞ്ഞു. എനിക്കറിയാം. ആണായിട്ട് പറഞ്ഞവനാണെങ്കിൽ പുരുഷദിനം അല്ലേ എന്റെ പൊന്നെ. എങ്ങനെ മക്കളെ പിന്നെ സഹിക്കുന്നത്? അത് തന്നെ ഇപ്പൊ എന്റെ അടുത്ത് നീ പോടെ. എന്റെ മുമ്പേക്കാ പോ. ഞാൻ പണി ചെയ്തിട്ട് പോ. പോ, ഇവിടെ കുറച്ച് പണിയുണ്ട്. എന്ന് കയറിക്കോടെ. ഇപ്പൊ അവള് നിനക്ക് ചവയ്ക്കത്താരി വെട്ടി പുറന്ന് തിന്നായി. പോ പിങ്കി, വേഗം ആട്ടോ കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോണേ. എന്നാലും അപ്പച്ചിയുടെ ഒരു അവസ്ഥയെ വേറെ എല്ലാവർക്കും അപ്പച്ചിയുടെ ദിവസത്തെ പ്രത്യേകത ഓർമ്മയുണ്ട്. പക്ഷെ പൊട്ട അങ്കിളിന് മാത്രം. അതെപ്പോഴും അങ്ങനെ ആടി പിങ്കി. അങ്ങേർക്കേ ഈ സിനിമാ ഡേറ്റിന്റെ ഓഡീഷന്റെ ഒക്കെ ഓർത്ത് പോകാൻ അറിയാമേ. ഇങ്ങനെ ഒരു കാര്യം മാത്രം അങ്ങേർക്ക് ഒട്ടും ഓർമ്മയില്ല. അങ്ങനെ ഓരോ പീരീഡിലും ഓരോ ഭ്രാന്താണ് അങ്ങേർക്ക്. ഒരു 5 മാസം മുന്നേ മൊത്തം പെറ്റ്സിന്റെ ഭ്രാന്തായിരുന്നു. അപ്പൊ എന്താ, ജർമ്മൻ ഷെപ്പേർഡ് വേണം, പെർഷ്യൻ ക്യാറ്റ് വേണം, ആഫ്രിക്കൻ തത്ത വേണം. അതിനൊരു 2 മാസം മുന്നേ ഫുൾ വണ്ടി ഭ്രാന്ത്, ബൈക്ക്, കാർ, അങ്ങനെ കണ്ട. ഇനിയിപ്പോ സിനിമ ഭ്രാന്ത് പിടിച്ചു വെച്ചേക്കുവാ. എന്തോന്ന് പറയാ, എന്റെ തലവിധി. ഇങ്ങനെ ഓർക്കോ എന്തോ അല്ലേ? ഞാൻ പോയി പറയട്ടോ. വേണ്ട പിങ്കി, നമുക്ക് നോക്കാം. അങ്ങനെ ഓർക്കോന്ന് അറിയണമല്ലോ.
മക്കളെ എന്ത് പായസം ഉണ്ടാക്കണ്ടേ? കടലപ്രഥമനോ അടപ്രഥമനോ പാൽപ്പായസോ പറ. അമ്മ എന്തിനാ അമ്മ ഈ വയ്യാതെ ഓരോന്നും ഉണ്ടാക്കാൻ പോണേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനും പിങ്കിയില്ലേ, നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങ് ഉണ്ടാക്കി. അവിടെ ഞാനെല്ലാം നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്തോ ഗിഫ്റ്റ് വയ്ക്കാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതൊക്കെ വാങ്ങിച്ചോണ്ട് പോവാ. അപ്പോഴത്തെ ഞാനിതെല്ലാം റെഡിയാക്കിയിരിക്കാം. ഓക്കെ ശരി. പാൽപ്പായസം. എന്നിട്ട് പിങ്കി നിനക്ക് പായസം ഉണ്ടാക്കാൻ അറിഞ്ഞൂടായിരുന്നു? എനിക്കറിയൂടെ. അതിനാണോ നീ ഈ തോണ്ട് തോണ്ടിയത്? പോവാം. എന്റെ ഡാഡ് ഇതാ പണിയെടുക്കും. ഞാനേ എന്നെ പോലെ ഇതുപോലെ തിന്നുകൊണ്ട് നടന്നിരുന്നുണ്ടല്ലേ, നീ ഒന്നും ഇത്ര തടി വെക്കൂലായിരുന്നു. ഓ തക്ക് തക്ക് തക്ക ഓരോ അച്ഛന്മാരെയും അധ്വാനത്തിന്റെ വേർപ്പാണല്ലോ മക്കളെ തടി. ആ തടി വെട്ടി നല്ല പാളിഷ് ചെയ്ത് അലമാന ഉണ്ടാക്കണ ചില അപ്പന്മാരുണ്ട്. ഭാഗ്യവശായി എന്റെ അപ്പ അങ്ങനത്തെ ഒരാളാണ്. അല്ല ഞാൻ ഒരു കാര്യം കിട്ടും, ഞാൻ ഒരുപാട് മാച്ചിന്മാരെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ദേഹത്ത് കുറച്ച് അധ്വാനിച്ചതിന്റെ വിയർപ്പും കുറച്ച് അഴുക്കും ഗ്രീസും പൊടിയൊക്കെ കാണും. നിങ്ങളവിടെ ഈ മറ്റേ റൊമാൻറ്റിക് ഹീറോസിനെ പോലെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നിന്ന് ഒരു അഴുക്ക് നിങ്ങളെ ദേഹത്ത് എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതാണ് നിനക്ക് തെറ്റി പറ്റിപ്പോയി. എടാ നല്ല മാച്ചിന്മാരെ ശരീരത്തെ അഴുക്കോ ഗ്രീസോ ഒന്നും ആവൂല. ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത മാച്ചിന്മാരാണ് ഉള്ള ഗ്രീസും അഴുക്കും ഒക്കെ വലിച്ചേരെ തേച്ചിട്ടുണ്ട് നടക്കുന്നത്. എന്നുവെച്ചാൽ അവൻ വലിയ പണിക്കാരെന്ന് അറിയിക്കാൻ വേണ്ടി. കേട്ടാ ഞാൻ ഒരു കാര്യം കിട്ടും, ഇതെന്തൂടെ തുളച്ചു വൃത്തിയാക്കി എന്തോ നീನು? എടാ ഇന്നത്തെ ദിവസം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടല്ലേ? എല്ലാവരും ഭയങ്കര പണിയെടുക്കണം കാര്യം. എന്നാ ഇന്നത്തെ ദിവസം എന്തിനാണെന്നുള്ളത് നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെന്തെന്ന് പറ. എന്തെന്ന് പറയില്ല, എന്തെന്ന് അറിയില്ലേ? എന്താണെന്ന് ആലോചിച്ച് ചുമ്മാ തിന്നോട്ട് നടന്നാ പോരാ. ഇന്നത്തെ ദിവസം ഞാൻ രണ്ട് കാഷ്യൂ കൂടെ കഴിച്ചോട്ടു. അതായത് ഗ്രേപ്സ് ആൻഡ് കാഷ്യൂ നല്ല ചെത്ത് കോമ്പിനേഷൻ. എന്റെ പൊന്ന് മേസ്ത്രി, ഇനി എന്തിന് കടുവയും വേണ്ട കുറുക്കനും വേണ്ട ഒരു തേങ്ങയും വേണ്ട. ഇവിടെ ഉള്ള ആനയും കുരങ്ങനും ഒക്കെ വേറെ ആർക്കും വേണമെങ്കിൽ ഇവിടെ നിളക്കൊണ്ട് പോയിട്ട് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നാണ്. ഓരോരുത്തരെ ഭ്രാന്തിരി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് നിനക്കേ വൃത്തി വിളിക്കാം. ഒന്നും വേണ്ട, നിനക്കേ വൃത്തിയില്ല. നോക്ക് ഈ കണ്ട ഞാൻ കൊണ്ടുവരണ കണ്ട ഞാൻ കൊണ്ടുവരണ കുറച്ചു മുമ്പേ ഞാൻ വൃത്തിയാക്കിട്ട് പോയത്. അതിന് എല്ലാ ചവറ ജാന്തര ചുമക്കണം. നീ ചായ എടുക്ക്. ഓക്കെ ചായ. മോളെ അപ്പച്ചിയോട്. അപ്പച്ചി നല്ല കലിപ്പില്. അതെ, അൽസൈമേഴ്സ് വന്നാൽ പോലും മറക്കാൻ പാടില്ലാത്തൊരു ദിവസം ഈ അങ്കിള് മറന്നു. എനിക്ക് ഇതാണ് എനിക്ക് പിടിക്കാത്തത്. കുറെ നേരം കൊണ്ട് ഞാൻ കേക്കടി ഇവിടെ എന്താണ് പ്രശ്നം എന്താണ്? ഒന്നും പറഞ്ഞൂടാ. അടിപ്പടി കൊച്ചു ഞരമ്പ നീ വരാ. ഞാൻ പോണം. അയ്യോ എവിടെ പോണ? പ്രായത്തിന് മൂത്തതായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പറയാതെ പോകാനായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. എനിക്ക് നല്ല വിഷമായി. ഞാൻ പോണം ഇവിടെ. ഞാൻ രാവിലെ കാര്യം തന്നെ ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇപ്പൊ പറയുന്ന പറഞ്ഞ വെയിറ്റ് ചെയ്യും. എന്തോന്നേ വെയിറ്റ് ചെയ്യാൻ? നിങ്ങൾ എന്റെ അടുത്ത് പറ, ഞാൻ പറയാം. നിങ്ങൾ ആ തിരുവാ തുറന്ന് ഇതുവരെയായിട്ട് നിങ്ങൾ മൊഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്? എനിക്ക് നല്ല വിഷമായി. അതുകൊണ്ട് ഞാൻ പോണം. ചിന്നു, ഇതൊരു നല്ല ദിവസമല്ലേ? ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി വഴക്കിട്ട് വെറുതെ നല്ല ദിവസം എന്തോന്നാണ് എനിക്ക് മനസ്സിലാവണല്ലോ. അമ്മയ്ക്ക് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് നിസ്സാര കാര്യമല്ല. അമ്മയുടെ തലമുറ പോലെയാണ് ഇപ്പത്തെ ഓരോ ആൾക്കാർ എന്തെല്ലാം ചെയ്യുന്നെന്ന് എടുത്ത് നോക്കി. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ നിസ്സാരമായിട്ട് അങ്ങനെ കളയാനുള്ളതല്ലേ. എന്താ നിന്റെ പ്രശ്നം എന്താണ്? അതെ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ പ്രശ്നം എന്തോ ആണെന്നുള്ളത്. നാളെ തൊട്ട് വിളിക്കുമല്ലോ, ചിന്നു ചായ, ചിന്നു സോപ്പ്, ചിന്നു തോർത്ത്, ചിന്നു പുറംചൊറി. അത്രേ ഉള്ള ചായ സോപ്പും ചോദിക്കായിരുന്നാ മതിയാ? പ്രശ്നം തീർന്നല്ല. വേണ്ട, ഞാൻ ഇനി ചായ വേണ്ട, ഇനി നീ സോപ്പ് എടുത്തിടണേ അടുത്തോളം. ഓ വേണ്ട, എന്നാലും ഞാൻ പോണം. ഞാൻ രവിയേട്ടന്റെ അടുത്തോട്ട് പോകും. എനിക്ക് ഇതാണ് പിടിക്കാത്ത. രവിയേട്ടന്റെ അടുത്ത് പിടിക്കാത്തത് എന്ത്? പിടിക്കാത്തത് ചൊറിഞ്ഞു വരണല്ലോ അവിടെ. രവിയേട്ടന്റെ അടുത്ത് പോട്ടെ. നീ ഉടനെ എന്റെ ചൊറിഞ്ഞ രവിയേട്ടന്റെ അവിടെ പോണം. ഓ ഞാൻ അവിടെ പോകും. എന്നെ നിങ്ങൾ ഇവിടെ വേണ്ടല്ലോ. എന്നെ എത്രയെങ്കിലും വില ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ മറക്കൂലായിരുന്നല്ലോ. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം മറക്കൂ?
പിള്ള പോയി അപ്പച്ചി പോലെ ഞാൻ സംസാരിക്കാം ഞാൻ സംസാരിക്കാം എനിക്ക് സന്തോഷം സുഖമായിട്ട് ഞാൻ അവിടെ ഇരിക്കും. നീ പോ. ഞാൻ പറയാൻ ജീവ ഇവ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കണ്ട ഇവിടെ വാ. ഇപ്പോഴും ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ഇത്ര ഇറങ്ങി പോണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ പറഞ്ഞില്ലല്ലോ. ടാറ്റാടി ടാറ്റാ. ചാറ്റാടി ചാറ്റായ കാറ്റാടി ടാറ്റയല്ല, ചാറ്റാടി ടാറ്റാ. പോയിട്ട് വാ. ആ സന്തോഷം നോക്ക് മുഖത്ത്. ഞാൻ പോവാൻ കാത്തിരുന്ന പോലെ ഉണ്ട്. സൂചിച്ചോ എനിക്കെന്ത്, ഞാൻ പോവാം. അയ്യോ നീ പോയ സുഖം തന്നെ. എത്ര സുഖമുണ്ട്, ഭയങ്കര സുഖമാണ്. ഞാൻ പോയാ ഏതാണ്ട് നല്ലൊരു സുഖമുണ്ട്. നല്ല സുഖമുണ്ടോ? എന്നാ ഞാൻ പോണില്ല. നിങ്ങൾ അങ്ങനെ ഞാൻ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ സൂചിക്കണ്ട. ഞാൻ പോണില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പോണം. നീ പോകാത്ത സ്ഥിതിക്ക് ഞാൻ പോയേക്കാം. നന്ദിയുണ്ട്, ഒന്ന് പോയി തന്നാണ്. ഞാൻ പോണം. എന്റെ പേര് ഉത്തരങ്കോട് രാമൻ ഉണ്ണീന്നാണെങ്കിൽ ഞാൻ പറയാം, ഇന്നത്തോടെ ഞാൻ തെരുവിലിറങ്ങും. പോണതൊക്കെ കൊള്ളാം, തിരിച്ചതിനകത്ത് കയറി പോകും. കയറിയോണ്ടല്ലേ എന്നെയും കൂടെ നീ മാനം കെടുത്തിന് സത്യം. പറയുന്നേ പിന്നല്ലാതെ ഈ ഉടുപ്പും ഈ നിക്കറും മാത്രമല്ല, പാൻസും മാത്രമേ ഞാൻ ഇടണുള്ളൂ. ഞാൻ പോവേ. ഇനി എന്റെ ജീവിതം തെരുവിലേക്കാണ്. റോഡിൽ വെച്ച് അതെങ്കിൽ പിച്ചക്കാരൻ നിന്നെ കൈ കാണിച്ചിട്ട് നീ എല്ലാരും പുച്ഛിക്കണമല്ലോ, അതിനെ പുച്ഛിക്കരുത്. ചിലപ്പോ അതിലൊന്നും നിന്റെ രാമനങ്ങള്. ഞാൻ പോണ കൂടെ ഹൈഫൈ. അയ്യോ ഒരു മ്യൂസിക് ഇട്ട് തരട്ടെ നടന്നു പോകാനായിട്ട്. നീ എന്തിനു വന്ന ഒന്നും എടുക്കണില്ലെന്ന് പറഞ്ഞു. ചായക്കപ്പ് നമ്മുടെ ചായയൊക്കെ കുടിച്ചിട്ടാണല്ലോ പോണത്. എന്നിട്ട് ജനിച്ചതാർക്ക് വേണ്ടി ജീവിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ. പോട്ടെ മാമ. നീ ആ ബാഗ് എടുത്തോണ്ട് പോ. നീ ബാഗ് എടുത്താകത്തോണ്ട് അതെന്തോ അവൻ പോവുന്നില്ല. വരി എവിടെ പോവാൻ? ഇപ്പൊ എവിടെ പോയതെന്നാലും ഇങ്ങനെ പോവുന്നില്ല. അപ്പച്ചി രാമങ്കളെ എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചു കാണോ? നീ എന്തോടെ പിങ്ക് ചെയ്ത്? നീ ഇന്ന് രാവിലെ തൊട്ട് എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കണല്ലോ ഇങ്ങനെ. അത് പിന്നെ അപ്പച്ചി നമ്മളിങ്ങനെ എല്ലാം കൂട്ടി ചിന്തിക്കണം, എന്നാലും നമുക്ക് വരുന്നത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവും. എന്റെ പൊന്നു പെണ്ണ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ ഇങ്ങനെ. നീ എന്താ നീ ആവശ്യമില്ലാതെ പറഞ്ഞ് കാപ്പിച്ചു കൊടുക്കുന്നത്? എന്റെ മോനാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ വരെ വിചാരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എത്ര പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ച് എടുക്കുന്നേ ഇല്ല. ഇപ്പൊ കുറച്ചു മുന്നേ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആണ്. അല്ല മക്കളെ, അങ്ങനെയൊന്നും ചെയ്യൂല. നിന്നെ കളഞ്ഞിട്ട് അമ്മ പോയി ആത്മഹത്യൊന്നും ചെയ്യുന്നില്ല. എന്റെ മോനാണ്, എനിക്കറിയാം എന്റെ സ്വഭാവം. സമാനം വിടും മക്കളെ. കിടക്കുന്നു ചിന്നു, ഇത് ഈ രസം നോക്കിക്ക് എങ്ങനെ ഉണ്ടെന്ന്. നല്ല ബെസ്റ്റ് സമയം. എന്റെ അമ്മ അവിടെ ചങ്ക് പൊട്ടി ഇരിക്കുമ്പോഴാണോ രസവും കൊണ്ട് വന്നേക്കണം. ഒന്ന് കൊണ്ട് പോയ അമ്മ. നീ നോക്കടി, നീ നോക്ക. എങ്ങനെയുണ്ട്? സൂപ്പർ രസം. കൊള്ളാം അല്ലേ? നല്ല രസം. എനിക്ക് വേറെ എന്തെങ്കിലും കറിയുന്നത്. കൊള്ളാം, സൂപ്പർ. അവനെ കാണുന്നില്ല. നീ അവൻ രവിയുടെ ഇവിടെ എങ്ങാനും പോയോ? ഇല്ല, അങ്ങോട്ട് പോയില്ല. ഞാൻ വിളിച്ചായിരുന്നു അച്ഛനെ. വിളിച്ചു നോക്കിയോ? അവിടെ എത്തിയില്ലെന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനിയിപ്പോ അവൻ വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വല്ലതും കഴിച്ചിട്ടും കിടക്കാം. എനിക്കവിടെ വിശന്നു വയ്യ. എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. ഇങ്ങനെ പറയാൻ തോന്നുന്നു. ഒരു കാര്യം, നിങ്ങളൊക്കെ അങ്ങ് കഴിച്ചിട്ട് കിടന്നു. എനിക്കെങ്ങും വേണ്ട. ആ പായസം എന്ത് ചെയ്തു? അതും കൂടെ എടുത്തങ്ങ് കഴിച്ചു. ഒരു കാര്യം ചെയ്യാം, പായസം കൊടുത്തില്ലേ? പായസം കഴിക്കാം. എനിക്ക് വേണ്ട. പായസം കറി അവൻ മര്യാദയ്ക്ക് അവിടെ തിന്നിരിക്കണം. ചെറുക്കൻ ഇതിരിക്കാൻ കണ്ടുമില്ല ചെറുക്കന്. ഹലോ ഫാമിലി മെമ്പേഴ്സ്, ഹാപ്പി ടൈം വിത്ത് റാം തുടങ്ങുകയാണ്. ഞാൻ എന്റെ പിള്ളേർ ഒരിടത്തും പോയില്ല. നിങ്ങളാരും ചെയ്യണമല്ലോ, ഞാൻ ഒന്നും മറന്നൊന്നുമില്ല. പിന്നെ അതെ, അവൻ ചുമ്മാ വെറുതെ ഒന്ന് കളിപ്പിച്ചതാ. കണ്ടോ? ഹാപ്പി ആനിവേഴ്സറി പെണ്ണെ. അതെ, ഇങ്ങനെ പാടിക്കട്ടെ. ചിന്നമ്മ അടി കളിച്ചമ്മ പാടി അതിങ്ങനെ പാടി അത് ആനിവേഴ്സറി എത്ര നേരം ഞാൻ ഫോണിൽ വിളിക്കണമെന്ന് അറിയാമോ? ഒന്ന് ഫോൺ എടുത്തുവിടായിരുന്നോ മനുഷ്യൻ വെറുതെ പേടിപ്പിക്കാൻ? എന്നാലും നീ വിചാരിച്ചല്ലടി ഞാൻ ഇത് മറന്നുപോയെന്ന്. നീ എന്തെല്ലാം വഴക്ക് പറഞ്ഞു.
കേക്കട്ടിയാ വാ ആ അതെ അതെ ഓക്കെ പൊളിക്ക് എന്തേ എന്ത് മുറിക്കണ്ടേ ഇവിടെ ആരും വേണ്ട ഞാനും എന്റെ ഭാര്യ മാത്രം മതി ഒറ്റയ്ക്ക് തിന്നു അല്ലേ അതന്നെ ചേട്ടാ മരുന്നിന് മുന്നേ ഇവിടെയൊക്കെ പായസമൊക്കെ കഴിച്ചിട്ട് കിടക്കാതിരിക്കായിരുന്നു ചേട്ടാ. അയ്യോ ഞാൻ കഴിച്ചില്ല മനസ്സാ വാചാ കർമ്മണം അറിയാത്ത കാര്യം നീയല്ലേ വേറെ കറി കൊണ്ടുവരാൻ പറഞ്ഞ പെങ്കി. പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ 1 വർഷം പിന്നിട്ട രാമനും ചിന്നുവിനും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യേ നീ എറിയ വണ്ണേ. ഏതാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മുറിക്കേ. സെൽഫി എല്ലാരും കൂടെ ബാബാ എല്ലാരും ഇപ്പൊ എനിക്ക് നമുക്ക് ഇവിടെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് റൂമിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാം കേട്ടോ. ഇവർക്കൊന്നും കൊടുക്കണം. Yes. ഇതിന് പാട്ടൊന്നുമില്ലല്ലോ. ഇത് ചാവുമ്പോ പാടുന്ന പാട്ടിന്റെ എന്തോ ഒരു പാരഡി അല്ലേ ഇത്? പള്ളിയിലെ പാട്ട്. നിനക്ക് ചെറിയില്ല ഈ ഒരു 2 പീസും ഇല്ല. ചെറിയ എനിക്ക് വേണ്ട ഈ 2 ചൊറി ചിന്നു രാമയുടെ ഇടപെട്ടണ്ട നമുക്ക് ഇവിടെ വെട്ടാം. എനിക്ക് ഈ കടുവറത്തിറങ്ങി എത്ര നേരമാ ഒരു ചൊറിച്ചായ നിന്നെ സഹിച്ച എനിക്ക് എല്ലാവിധ ആശംസകളും. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ് ഐ ലവ് യു. റൊമാൻറ്റിക് എനിക്ക് നീ ഇത്ര ഇത് കൊണ്ട് തിന്നു 2 ദിവസം തിന്നണം കേട്ടോ. പിങ്കി ഞാൻ ഇത് എടുക്കുവാണ്. ഏത് അതെനിക്ക് വേണ്ട ആ ചോക്ലേറ്റ് ഇവിടെ കട്ടി ചെറിക്ക് എനിക്ക് വിശക്കുന്നു. കൊടുക്കും. ഇത് വിശക്കുമ്പോ തന്നെ ഉള്ളല്ലേ ഇത്. അതെ കുറെ നേരമായിട്ട് ഞാൻ കാത്തിരിക്കുക. ഇത് കേക്ക് ഞാൻ അപ്പൊ ചുമ്മാ അമ്മയ്ക്ക് ഓർമ്മ കുറവന്റെ മരുന്നൊക്കെ കഴിക്കാനുണ്ടാവും. ഡാഡി കോൾ കം ഓൺ. അതവിടെ ഇരിക്കട്ടെ, നാളെ കൊണ്ടേ തിന്നാം. മതി ഞാൻ കഴിക്കും. നാളെ തൊട്ട് വൈകിട്ട് ചായക്ക് ഇതെടുത്താൽ മതി കേട്ടോ. കുറെ ഇരിക്കും. എന്തുവാണ് ബിസി ആണല്ലോ ഫോണില്. എല്ലാരും മെസ്സേജ് അല്ലേ ഹാപ്പി ആനിവേഴ്സറി താങ്ക് യു. അടിപൊളിയല്ലേ ഇന്നത്തെ ദിവസം. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത പിന്നെ പാളി പോയെന്നില്ല. ആനിവേഴ്സറി സമ്മാനം വേണ്ടേ? ആ തന്നോളൂ. കൈ നീട്ട് താമേട്ട. ആ കണ്ണടക്കി ചെട് ചെട് ഇഷ്ടപ്പെട്ട നിൽക്കേ വെള്ളിക്കുട്ടൻ ഒന്നും കൂടെ. Will you marry me? Of course. 2 പ്രാവശ്യം. അയ്യേ തനിയെ ഇടുവാണോ? ഒട്ടും റൊമാൻറ്റിക് അല്ല. ഇങ്ങോട്ട് ഇനി എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് രാമേട്ടൻ്റെ അടുത്ത്. രാമേട്ട സത്യമായിട്ടും പറയണം. ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത, അതായത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, അത് ശരിക്കും മറന്നുപോയതല്ലേ? എല്ലാരും ഇങ്ങനെ പറഞ്ഞു അവസാനം ടെൻഷൻ അടിച്ച് എങ്ങനെയൊക്കെ ഓർത്തതല്ലേ? അയ്യേ ഇതാണ് നിന്റെ കുഴപ്പം. നിനക്ക് നീ എന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ച് നീ വെച്ചിരിക്കുകയാണ്. അല്ല പൊതുവേ അങ്ങനെ ഒരു കാര്യം ചെയ്യും, ആ ഡ്രോ തുറന്നാണ്. ഇതിനുള്ള ഉത്തരം പറ. അതിനിടയ്ക്ക് ഡ്രോയർ തുറക്കൂ, പോയി തുറക്ക്. ഇതിനുള്ള കാര്യം പറ. തുറന്നൊന്ന് തുറന്നു. അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തൊന്നാണ്? ഇതിനകത്ത് വല്ല പാമ്പുണ്ടാ? എനിക്കറിയാം അത് തുറക്കുമ്പോ വല്ല മൂർക്കം പാമ്പ് ചാടി വന്നല്ലേ പേടിപ്പിക്കണ സാധനം വല്ലോ ആയിരിക്കും. മുന്നിൽ മൂർക്കം പാമ്പ് ചാടി വരില്ല. ഈ സമയത്ത് മൂർക്കം പാമ്പ് ഇറങ്ങി, കുറച്ചും കൂടെ ഇറങ്ങി. നേരത്തെ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു, ഇപ്പൊ ഇറങ്ങി. എന്റെ പൊന്ന് രാമേട്ടോ, ഒരു ദിവസമെങ്കിലും ആ മാമനെ പറഞ്ഞില്ലെങ്കിൽ രാമേട്ടൻ ഉറക്കം വരില്ലല്ലേ? ഡാഡിയായിട്ടുള്ള ബന്ധം നിനക്കറിയാം. നീ അത് തുറന്ന് അങ്ങോട്ട് തുറ. പേടിപ്പിക്കുന്നല്ല ഐറ്റമാണോ? അവൾ നോക്കി നിൽക്കേ. അടിപൊളിയാണല്ലോ. മനസ്സിലായി, ഞാൻ മറന്നില്ലേന്ന്. ഇതൊക്കെ ഞാൻ അങ്ങനെ മറക്കാന്നല്ല, മനസ്സിലായി. ഇതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിരുന്നു. എന്റെ
ഇതേ സൈഡിൽ തുറക്കണം. ഇട്ടുള്ള കാര്യം തുറന്നു. പക്ഷെ സംഭവം അങ്ങനെ ഉണ്ട്. എന്താണെന്ന് നീ എന്നെ സർപ്രൈസ് ചെയ്യാനൊന്നും വളർന്നിട്ടില്ല കേട്ടോ. ഞാൻ സർപ്രൈസ് ചെയ്തു. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സംശയിച്ചൊന്നുമല്ല. എന്നാലും എനിക്ക് തോന്നി. ഇവിടെ കിടന്ന് അടി നാട് വിട്ട് പോകാൻ വരെ പോയി. ആര് പാക്ക് ചെയ്ത് തന്നു? രമ്യ ചേച്ചി. അതാണ് അത്യാവശ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ആരാണ് പാക്ക് ചെയ്യുന്നത്. എനിക്ക് വയ്യ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ. ഇത് ഇടട്ടെ ഇപ്പൊ തന്നെ? ഇപ്പോഴൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാലും മതി. ഒന്ന് വാ, വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നൂടെ? ഇട്ടോണ്ട് വാ. എനിക്ക് തനി ഇടാൻ പറ്റില്ലെങ്കിൽ വാ. അങ്ങനെ ഇട്ടാ മതി. ഒന്ന് ഇട്ടുക. ആന്റിയാ? അതെ ആന്റി. പറയണ്ടായിരുന്നു. അതൊരു ഗ്രീക്ക് ദേവത, സൗന്ദര്യത്തിന്റെ ദേവി. താങ്ക് യു. ഇനി തരാം.